അമിതമായിട്ടുള്ള അസിഡിറ്റി ഉള്ളവരിൽ, അതായത് നമുക്കറിയാം ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും വയറ് എപ്പോഴും വീർത്തിരിക്കുക, എപ്പോഴും ഗ്യാസ് തികട്ടി വരിക, അല്ലെങ്കിൽ ചെറിയൊരു എരിവ് തട്ടുമ്പോഴേക്കും വയറുവേദന വരിക, ഇത്തരത്തിൽ വയറിലുണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവരിൽ വരുന്ന ഒരു സോറിയാസിസ്, അല്ലെങ്കിൽ അമിതമായിട്ട് കെമിക്കൽ എക്സ്പോഷർ വരുന്നവരിൽ, അതായത് ഒരുപാട് പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കൾ ശ്വസിക്കുക, അല്ലെങ്കിൽ അത്തരം കെമിക്കൽ ഉപയോഗിക്കുന്ന കമ്പനികളിൽ വർക്ക് ചെയ്യുക, ഇത്തരത്തിൽ വരുന്ന വേറൊരു തരം സോറിയാസിസ് എന്ന് പറയാം. അത്തരത്തിൽ ഒരു വേണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ദഹന വ്യവസ്ഥയിൽ ദഹിക്കാതെ വരുന്ന ഒരു കാരണങ്ങൾ കൊണ്ട് വരുന്ന ഒരു സോറിയാസിസ്, രണ്ടാമത് പറഞ്ഞത് ഗ്യാസ്ട്രൈറ്റിസ് മൂലം വരുന്ന സോറിയാസിസ്, അതായത് അമിതമായിട്ട് എരിവും പുളിയും കഴിക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് ചായ കുടിക്കുക തുടങ്ങിയ വ്യക്തികളിൽ വരുന്ന സോറിയാസിസ്, മൂന്നാമത് പറഞ്ഞത് കെമിക്കൽ എക്സ്പോഷർ, അതായത് ഒരു കെമിക്കലിൻ്റെ ഒരു പ്രസൻസിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ അത്തരം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വരുന്ന മറ്റൊരു തരം സോറിയാസിസ്. പിന്നെ വേറെ തരം ചില വ്യക്തികളിൽ കണ്ടിട്ടുള്ളത് അമിതമായിട്ടുള്ള കൃമി വർദ്ധിക്കുന്നവർക്കും വരുന്ന തരം ഒരു സോറിയാസിസ് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് അവിടെ പഴുപ്പുള്ള തരം സോറിയാസിസ് ആണ് ഇവർക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതായത് ഇവർക്ക് ഭയങ്കര കൃമിശല്യം ഉണ്ടാവും. ഈ കൃമിശല്യം കൂടുമ്പോൾ ഇവരെ ദഹന വ്യവസ്ഥയിൽ എന്ത് കഴിച്ചാലും ദഹിക്കാതിരിക്കുകയും ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ, അമിതമായിട്ട് വയറ് വീർക്കുക, അത്തരത്തിലുള്ള ഗ്യാസിൻ്റെ പ്രതിലോമഗതി അല്ലെങ്കിൽ ഉദ്ഗാരം ഉണ്ടാവുക, അത്തരത്തിലുള്ള കൃമി കൂടുന്നവരിൽ വരുന്ന തരം സോറിയാസിസ് നമുക്ക് ചികിത്സയിൽ കാണാനായിട്ട് സാധിക്കും. അതിനേക്കാൾ ഉപരി വരുന്ന മറ്റൊരു തരം സോറിയാസിസ് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ടെൻഷൻ, ആങ്സൈറ്റി ഉള്ളവരിൽ വരുന്ന തരം സോറിയാസിസ്. ഇവർക്ക് ജോലിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകുന്ന ടെൻഷനായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന കൊച്ചു കാര്യങ്ങളിൽ എപ്പോഴും ടെൻഷൻ അടിക്കുക, അതേപോലെ തന്നെ അതിനനുസരിച്ച് തെറ്റായിട്ടുള്ള ഭക്ഷണക്രമങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ ഇവരിൽ വരുന്ന സോറിയാസിസ് ഉണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ രോഗി കടന്നു വരുമ്പോൾ ഇത്തരത്തിലൊരു 4-5 കാരണങ്ങളെ അസസ് ചെയ്തുകൊണ്ട് ഈ ഒരു വ്യക്തിയിൽ ഏത് കാരണം കൊണ്ടാണ് ഈ ഒരു സോറിയാസിസ് ഉണ്ടായതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഈ സോറിയാസിസ് എന്ന് പറയുന്ന രോഗത്തെ നമുക്ക് തിരിച്ച് മാറ്റി പൂർണ്ണ സൗഖ്യം, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ക്യൂർ കൊടുക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ്.